നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിവാദം. മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ. മന്ത്രിയുടെ നൂറിനാട്ടെ വീടിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് തെളിക്കാൻ ശ്രമം. തടഞ്ഞ സിപിഐ പ്രവർത്തകർ. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ട വെറ്റമുഖ സ്വദേശികളാണ് പിടിയിലായത്. കോപ്പ് മാനേജറെയും ഫോറസ്റ്റ് ജീവനക്കാരനെയും യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചു. ആര്യങ്കാവിലായിരുന്നു സംഭവം. BMS AITC നേതാക്കൾ മർദ്ദിച്ചെന്നാണ് പരാതി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ജില്ലയിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. മന്ത്രിയുടെ വീടിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് തെളിക്കാൻ BJP പ്രവർത്തകർ ശ്രമിച്ചു. എന്നാൽ CPI പ്രവർത്തകർ സംഘടിച്ചെത്തിയതോടെ പ്രദേശത്ത് സംഘർഷ സാഹചര്യം രൂപപ്പെടുകയായിരുന്നു. ഭാരതാംബയുടെ ചിത്രവുമായി മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുന്നിൽ BJP പ്രവർത്തകർ എത്തിയതാണ് സംഘർഷാവസ്ഥയ്ക്ക് കാരണമായത്. പ്രസാദിന്റെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് വിളക്ക് തെളിക്കാനുള്ള ശ്രമം CPI പ്രവർത്തകർ തടഞ്ഞു. ഇതേ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥയും രൂപപ്പെട്ടു. പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. ഇതിൽ വിസമ്മതിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് മാറ്റിയിരുന്നു. RSS ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടമെന്നും സർക്കാർ പരിപാടിയിൽ അവ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടുമാണ് പരിസ്ഥിതി ദിന പരിപാടി മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിരുന്നു. ഒരു സർക്കാർ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ല. ആ രീതിയോട് പൊരുത്തപ്പെടാനും കഴിയില്ല. അതുകൊണ്ട് വിയോജിപ്പ് രാജ്ഭവനെ അറിയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് CPI രാജ്യസഭാ MP സന്തോഷ് കുമാർ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ശനിയാഴ്ച രാവിലെ BJP പ്രവർത്തകർ സംഘടിച്ച മന്ത്രി പി പ്രസാദിന്റെ നൂറിനാട്ടെ കുടുംബ വീടിന് മുന്നിലെത്തിയത്. ഇവിടെ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പ്രതിഷേധിക്കാനായിരുന്നു BJPയുടെ തീരുമാനം. എന്നാൽ ഇതറിഞ്ഞ് സംഘടിച്ചെത്തിയ CPI പ്രവർത്തകർ ശക്തമായി എതിർക്കുകയായിരുന്നു. പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി നിർവഹിച്ചു. രക്തത്തിൽ കലർപ്പുള്ളവർക്കാണ് മറ്റുള്ളവരെ അപഹസിക്കണമെന്നും അസഭ്യം പറയണമെന്നും തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള സാവകാശവും സൗമനസ്യവും നിങ്ങൾ കാണിക്കണം. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് മന്ത്രി നടത്തിയ ദേശവിരുദ്ധമായ പ്രവർത്തനത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ഭാരതാംബ എന്നുള്ളത് മന്ത്രി പ്രസാദിന് തൊട്ടുകൂടാത്തതായത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഭാരത
ഭാരതാംബ എന്നുള്ളത് ഈ രാഷ്ട്രത്തിൽ ജനിക്കുന്ന 145 കോടി ജനങ്ങളുടെയും അമ്മയാണ്. BJP ചാരിമൂട് മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു. BJP ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തില്ല എന്നുള്ള നിലപാട് അത് നിഷ്കളങ്കമായ ഒരു നിലപാടല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടാണ് മന്ത്രി പി പ്രസാദ് ഭാരതാംബയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തില്ല എന്ന ദേശവിരുദ്ധമായ നിലപാട് സ്വീകരിച്ചത് എന്നുള്ളതാണ് BJPയുടെ സമീപനം. അനിൽ വള്ളികുന്നം, അഡ്വക്കേറ്റ് കെ അനൂപ, കൃഷ്ണകുമാർ രാംദാസ്, PB അഭിലാഷ് കുമാർ, KV അരുൺ, സതീഷ് ചെറുവല്ലൂർ, D വിനോദ് കുമാർ, KS വിനോദ, ശ്രീമോൻ നെടിയത്ത്, K ശ്യാംകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു BJP പ്രവർത്തകർ സ്ഥലത്ത് സംഘടിച്ചത്. ഭാരതാംബയുടെ ചിത്രം കസേരയിൽ വെച്ച് ദീപം തെളിക്കാൻ ശ്രമിക്കുന്നതിനിടെ CPI പ്രവർത്തകർ ബലമായി കസേര പിടിച്ചുവാങ്ങി. തുടർന്ന് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. പോലീസ് RSSന് BJPക്ക് മന്ത്രിയുടെ വസതിയിലേക്ക് തള്ളിക്കയറുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കാനാണ് പരിശ്രമിക്കുന്നത്. സാധാരണ ഇത്തരമൊരു പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രദേശത്ത് നിന്ന് 100 മീറ്റർ അപ്പുറത്ത് തടയേണ്ട പോലീസ് മന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്ക് BJPക്കാരെ കടന്നു കയറാനുള്ള പരിശ്രമമാണ് നടത്തിയത്. അതിനെ തടയുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായി തടയുകയാണ് ചെയ്തത്. അത്തരം പരിപാടി ഈ പാലമേലിന്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. വൻ പോലീസ് സന്നാഹം ഇരു കൂട്ടരുടെയും മധ്യത്തിൽ നിന്നാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ പ്രത്യേക നമസ്കാരം നടന്നു. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. കർബല, കൊല്ലം ബീച്ച് എന്നിവിടങ്ങളിൽ ബലിപെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക നമസ്കാരം നടന്നു. കർബലയിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി നേതൃത്വം നൽകി. നമ്മിലധികം ആളുകളും ഇസ്ലാം പഠിപ്പിച്ച ഉലഹിയ എന്ന് പറയുന്ന ആ കർമ്മം നിർവഹിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടായിരിക്കും ഈദ്ഗാഹിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനിയും സമയമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ലഹു സഅത്തുൻ ഫലതുലഹി ഫലാ യഖ്റുബന്ന മുസല്ലന. ശേഷിയുള്ള ഒരാൾ ഉലഹിയ നിർവഹിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താതെയാണ് ഉള്ളതെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലന, അയാൾ ഈദ്ഗാഹിലേക്ക് നമസ്കരിക്കാൻ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാളെ മുതലുള്ള 3 ദിവസം കൂടി അതിനുള്ള സമയമുണ്ട്. അത് നിർവഹിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്തവർ, തീരുമാനിച്ചിട്ടില്ലാത്തവർ അത് ചെയ്യണം എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ആഘോഷം എന്ന് പറയുന്നത് നമുക്ക് അതിരുകൾ ഭേദിക്കാനുള്ളതല്ല. അതിരുകൾക്കകത്ത് നിന്നുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ നമ്മുടെ വിശ്വാസത്തിന്റെയും നമ്മുടെ ആദർശ വ്യതിരിക്തതയുടെയും അനുഭവ സാക്ഷ്യം ചുറ്റും ജീവിക്കുന്ന മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ആഘോഷങ്ങളെ മാറ്റാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മയിലിന്റെയും ദൈവിക മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഓർമ്മകളുടെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ദൈവിക കൽപ്പന പ്രകാരം മകനെ ബലി നൽകാൻ പ്രവാചകൻ ഇബ്രാഹിം തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കിയാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇബ്രാഹിം, പത്നി ഹാജറ, മകൻ ഇസ്മായിൽ എന്നിവരുടെ സമർപ്പിത ജീവിതമാണ് ഹജ്ജിലും ബലിപെരുന്നാളിലും സ്മരിക്കപ്പെടുന്നത്. നമസ്കാരത്തിന് ശേഷം മദീന മസ്ജിദ് ഇമാം അബ്ദുൽ വാഹിദ് നദ്മി പെരുന്നാൾ സന്ദേശം നൽകി. ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അതിരുകളും ഭേദിക്കാനുള്ളതാണ്. ഒരതിരുമില്ലാതെ മനുഷ്യനെ സ്വതന്ത്രരായി അർമാദിക്കുക. ഇപ്പൊ ആഘോഷമല്ല, അർമാദിക്കുക എന്നാണ് പുതിയ തലമുറയും പഴയ തലമുറയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അർമാദിക്കാനുള്ളതല്ല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഘോഷങ്ങൾ. അതുകൊണ്ടാണ് ആ ആഘോഷത്തിലും ആവർത്തിച്ച് പ്രഖ്യാപിക്കേണ്ട പ്രഖ്യാപനമായി അല്ലാഹു അക്ബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്നാണ് ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ജില്ലയിൽ വിവിധയിടങ്ങളിൽ ഈദ്ഗാഹുകളും ഒരുക്കിയിരുന്നു. കർബലയിൽ നടന്ന ഈദ്ഗാഹ് നിസ്കാരത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പുതുതായി നിർമ്മിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും. രാവിലെ 10-ന് NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 2.30 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. പുതുതായി നിർമ്മിച്ച ചവറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച രാവിലെ 10-ന് നടക്കും. ഈ 25/4/2023 ബഹുമാന്യായ MLA ഡോക്ടർ സുജിത് വിജയൻപിള്ള, അതുപോലെ ബഹുമാന്യായ മുൻ മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ ചേർന്നാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അത് 2 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കുവാനും അത് നാടിന് സമർപ്പിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് ഈ 8-ാം തീയതി നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തെ ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് ഇരിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ജീവനക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന, സ്വസ്ഥമായി ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഈ ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പൊതുജനങ്ങൾക്കും ഏറെ പൊതുജന സൗഹൃദമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന നിലയിലേക്കാണ് നമ്മുടെ ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് 8-ാം തീയതി രാവിലെ NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൽ മുഖ്യപ്രഭാഷണം ബഹുമാനായ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആണ് നിർവഹിക്കുന്നത്. അതുപോലെ മുഖ്യ അതിഥിയായി നമ്മുടെ കേരള സർക്കാരിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജു നാരായണ സ്വാമി പങ്കെടുക്കുന്നു. നമ്മുടെ ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് എന്ന പ്രത്യേകത കൂടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. NK പ്രേമചന്ദ്രൻ MP രാവിലെ 10-ന് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഭാഷണം നടത്തും. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി മുഖ്യാതിഥിയാകും. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ആദരിക്കും. ജില്ലാ കളക്ടർ N ദേവിദാസ് ഭരണഘടനയുടെ ആമുഖം പ്രകാശനം ചെയ്യും. മുൻ മന്ത്രി ഷിബു ബേബി ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ SA സലാം, PB രാജു എന്നിവരെ അനുസ്മരിക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. 2.30 കോടി രൂപ ചെലവിട്ട് 2 വർഷം കൊണ്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചത്. ഭരണഘടനാ സാക്ഷരത നേടിയ ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന നിലയിൽ ഭരണഘടനയുടെ ആമുഖം കെട്ടിടത്തിന് മുന്നിൽ അനാവരണം ചെയ്തിട്ടുണ്ട്. കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടായില്ല. ഇതേ തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് വികസന ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. എല്ലാവിധ ആധുനിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള കെട്ടിടം പൊതുജന സൗഹൃദമായിരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, വൈസ് പ്രസിഡന്റ് സോഫിയ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ M പ്രസന്നൻ ഉണ്ണിത്താൻ, ജോസ് മൽരാജ്, നിഷ സുനീഷ്, അംഗങ്ങളായ R ജിജി, പ്രിയ ഷിനു, A സീനത്ത് എന്നിവർ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു. ഞങ്ങളിവിടെ കഥസമിതി ഏറിയ സമയത്ത് തന്നെ ഇവിടുത്തെ ഒരു ഓഫീസ് കെട്ടിടത്തിൻ്റെ ജീർണിച്ച അവസ്ഥയും അവിടുത്തെ ജീവനക്കാർക്കും ഇന്ന് ജോലി ചെയ്യാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് ചോർന്നൊലിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും മുൻകൈയെടുത്ത് ഒരു പുതിയ കെട്ടിടമൊക്കെ വേണമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം 8-ാം തീയതിയാണ്. ന്യൂസ് ബ്യൂറോ, ചവറ. ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തെ നട്ടും CPI പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. പരിസ്ഥിതി ദിനത്തെ സംസ്ഥാന ഗവർണർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് CPI സംസ്ഥാന വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി വൃക്ഷത്തൈയും നട്ടു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, CPI സിന്ദാബാദ്, ദേശീയ ഐക്യം സിന്ദാബാദ്, ദേശീയ ഐക്യം സിന്ദാബാദ്, പുലരട്ടെ 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 പുലരട്ടെ, ദേശീയത പുലരട്ടെ ദേശീയത പുലരട്ടെ, ദേശീയത പുലരട്ടെ ദേശീയത പുലരട്ടെ. പരിസ്ഥിതി ദിനത്തെ കേരള ഗവർണർ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചാണ് CPI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. CPI ബ്രാഞ്ചുകളിൽ ദേശീയ പതാക ഉയർത്തിയും വൃക്ഷത്തൈ നട്ടുമാണ് പ്രതിഷേധിച്ചത്. ഇതിന്റെ ഭാഗമായി CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പാർട്ടി മുതിർന്ന നേതാവ് ജോബോയി പെരേര പതാക ഉയർത്തി. ജില്ലാ കൗൺസിൽ അംഗവും മുൻ നഗരസഭാ ചെയർമാനുമായ K രാധാകൃഷ്ണൻ വൃക്ഷത്തൈ നട്ടു. CPI മണ്ഡലം സെക്രട്ടറി VP ഉണ്ണികൃഷ്ണൻ പ്രതിഷേധ സന്ദേശം നൽകി. തീർച്ചയായും ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് എന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന വ്യാപകമായി എല്ലാ ബ്രാഞ്ചുകളിലും ഇതുപോലെ ദേശീയ പതാക ഉയർത്തുകയാണ്. നമ്മുടെ രാജ്യം അഖണ്ഡ ഭാരതമായി നിലനിൽക്കണം. എല്ലാവരും ഒന്നിച്ച് നിലനിൽക്കണം. ഇവിടെ ഹിന്ദുവും മുസ്ലിമും പാഴ്സിയും ജൈനനും എല്ലാം ഒന്നായി നിലനിൽക്കണം. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാരതം, എല്ലാവർക്കും വേണ്ടിയാണ്. നാനത്വത്തിൽ ഏകത്വം എന്ന ലക്ഷ്യത്തിലാണ് ഭാരതം മുന്നോട്ട് പോകേണ്ടത്.
അത് ഒരു ഹിന്ദു രാഷ്ട്രമാക്കുവാൻ അല്ലെങ്കിൽ ഒരു RSS രാഷ്ട്രമാക്കുവാൻ പരിശ്രമിക്കുന്ന ഗവർണർ അതിന് ചുട്ട മറുപടിയാണ് CPI നൽകുന്നത്. തീർച്ചയായും ഇന്ന് ഇവിടെ ദേശീയ പതാക ഉയർത്തുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയനായ ജോയ് പെരേര സാറാണ്. പെരേര സാറാണ് മുൻകാലങ്ങളിലും പതാകകൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ നാടിൻ്റെ പ്രതീകമായ ജോയ് പെരേര സാറ്, അതുപോലെ ജില്ലാ കൗൺസിൽ അംഗം സഖാവ് K. രാധാകൃഷ്ണൻ ഇവിടെ വൃക്ഷത്തൈ നടുകയാണ്. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നമ്മൾ നട്ടു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പരിസ്ഥിതി ദിനം ഇത്തരത്തിൽ ആഘോഷിക്കുവാൻ ഇടയാക്കിയ ഗവർണർ അതിനൊരു സൂചകമായിക്കൊണ്ട് പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നടന്നത് സഖാവ് K. രാധാകൃഷ്ണനാണ്. നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയാപിള്ള, കൗൺസിലർ അഖില സുധാകരൻ, J. ഡേവിഡ്, ലതീഷ് ചന്ദ്രൻ, ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കൊല്ലം കടക്കലിൽ 44-കാരൻ പേവിഷബാധയേറ്റ് മരിച്ചത് തെരുവ് നായയുടെ കടിയേറ്റലെന്ന് റിപ്പോർട്ട്. തെരുവ് നായ കാലിൽ നക്കിയിരുന്നതായും മരണമടഞ്ഞ ബൈജു ഇത് ഗൗരവമായി എടുക്കാത്തതാണ് പേവിഷബാധയേറ്റ് മരിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കടക്കൽ കുറ്റിക്കാട് പാറയിൽ വീട്ടിൽ 44 വയസ്സുള്ള ബൈജുവാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. 6 മാസം മുന്നേ ബൈജുവിനെ തെരുവുനായ കാലിൽ നക്കിയിരുന്നതായി ബന്ധുക്കൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞു. ബൈജുവിന് ശ്വാസം മുട്ടും മറ്റ് അസ്വസ്ഥതകളുമായി കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ബൈജുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തിരുന്നു. എന്നാൽ ബൈജു പോയിരുന്നില്ല. അന്നേ ദിവസം രാത്രിയോടെ ശ്വാസതടസ്സമുണ്ടാവുകയും ബൈജുവിനെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയുമായിരുന്നു. കടക്കൽ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നാൽ പേവിഷബാധയേറ്റാണ് ബൈജു മരിച്ചതെന്നുള്ള സ്ഥിരീകരണം പോലീസിനും ആരോഗ്യവകുപ്പിനും ലഭിക്കുകയായിരുന്നു. ബൈജുവുമായി സമ്പർക്കമുണ്ടായിരുന്ന ആൾക്കാരും അന്വേഷണം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പേവിഷബാധയുടെ വാക്സിൻ എടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് അധികൃതർ. ബൈജു മരിച്ച ദിവസം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാർ മുൻകരുതൽ എന്ന നിലയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള ആദ്യ ഡോസ് വാക്സിൻ എടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 4 കിലോ കഞ്ചാവുമായി ആസാം സ്വദേശി കായംകുളത്ത് പിടിയിലായി. പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ആസാം ദേശ്പൂർ സ്വദേശി റിയാദുൽ ഇസ്ലാമിനെ പിടികൂടിയത്. ഒഡീഷയിൽ നിന്നുമാണ് ഇയാൾ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത്. 4 കിലോ കഞ്ചാവുമായി ആസാം സ്വദേശിയെ കായംകുളം പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പിടികൂടിയത്. ആസാം ദേശ്പൂർ സ്വദേശി റിയാദുൽ ഇസ്ലാം എന്നയാളെയാണ് പിടികൂടിയത്. ഒഡീഷയിൽ നിന്നും കായംകുളത്ത് ചില്ലറ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കഞ്ചാവ് കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് പിടികൂടിയത്. 2 ലക്ഷം രൂപയോളം വില വരുന്നതാണ് കഞ്ചാവെന്ന് പോലീസ് പറഞ്ഞു. ഏറെ നാളായി ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. കായംകുളം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം താമസിച്ച് തെങ്ങുകയറ്റ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു ഇയാൾ. മുമ്പും കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തി വന്നിരുന്നു. ഇതോടെയാണ് ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ലോട്ടറി കച്ചവടക്കാരനെ കബളിപ്പിച്ചതായി പരാതി. പുതിയ ടിക്കറ്റുകൾക്കുള്ളിൽ പഴയ ടിക്കറ്റുകൾ വെച്ച് നൽകിയാണ് കബളിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് ചവറ സ്വദേശി ആൻഡ്രൂസ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഗൾഫിലായിരുന്നു. അവിടെ വെച്ച് ഈ സ്ട്രോക്ക് വന്ന് എന്റെ പിള്ളേരെ പഠിത്തം വേണ്ടി ഇറങ്ങിയ ഇപ്പൊ ഇറങ്ങിയെന്ന് പറയാൻ ഒരു 4 വർഷത്തോളം ഇതിന് ഇറങ്ങിയിട്ട് അത്രയും ഗതിയിട്ട് അമ്മ ഇതിന് ഇറങ്ങിയില്ല. ഞാൻ ഗൾഫിലായിരുന്നു. സ്ട്രോക്ക് വന്ന് സൈഡ് തളർന്നു പോയി. ചവറ ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെ ലോട്ടറി വിൽക്കുന്ന ചവറ അജഗസ് വില്ലയിൽ ആൻഡ്രൂസ് ആണ് കബളിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ചവറ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി വിൽക്കുമ്പോൾ കണ്ടാലറിയാവുന്ന ഒരാളോട് ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. ഇയാൾ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്നും മുഴുവൻ ടിക്കറ്റുകളും വാങ്ങി. ടിക്കറ്റുകൾ നോക്കുന്നതിന്റെ ഇടയിൽ പുതിയ ടിക്കറ്റുകൾ മാറ്റി പഴയ ടിക്കറ്റുകൾ ഇതിൽ വെക്കുകയായിരുന്നു. പിന്നീട് ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞ് ഇയാൾ പോവുകയും ചെയ്തു. ടിക്കറ്റ് മാറ്റി നൽകിയതറിയാതെ പെട്രോൾ പമ്പിലെത്തി ഒരാൾക്ക് ടിക്കറ്റ് നൽകിയപ്പോഴാണ് പഴയ ടിക്കറ്റുകളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷാഘാതം ബാധിച്ച ആൻഡ്രൂസിന്റെ ഏക വരുമാന മാർഗമാണ് ലോട്ടറി കച്ചവടം. ഞാൻ ഈ ലോട്ടറി ചവറ സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ വണ്ടി വന്നിറങ്ങിയപ്പോൾ ഞാൻ ലോട്ടറി വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വാച്ച് ചെയ്തിട്ട് ഇവൻ ഇവിടെ ഇപ്പുറത്ത് ഹോസ്പിറ്റലിൻ്റെ ഇപ്പുറത്ത് മാറി അവനവിടെ എന്നിട്ട് എൻ്റെ പറഞ്ഞ് അടിച്ചിട്ട് 50,000 ലോട്ടറി അടിച്ചതുണ്ട്, അത് മാറിത്തരാമെന്ന് ചോദിച്ചിട്ട് അവൻ ഞാൻ മാറി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞാൽ അന്നേരം എനിക്ക് ലോട്ടറി മൊത്തം എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പറഞ്ഞ ലോട്ടറി എല്ലാം വാങ്ങിച്ചവനെ എല്ലാം പൊട്ടിച്ച് 85 ലോട്ടറി അവനെടുത്ത് മാറ്റിയിട്ട് പറഞ്ഞാൽ ബാക്കി എത്ര എണ്ണാൻ പറഞ്ഞു. ഇനിയിപ്പം ബാക്കി 35 ഉണ്ടായിരുന്നു. ആ ലോട്ടറി പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. മൊത്തം എടുത്തിട്ട് പമ്പിലവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഈ ലോട്ടറി മടക്കി എൻ്റെ തന്നു. ഞാൻ എടുത്ത് പോക്കറ്റ് വയ്ക്കും. എന്നാൽ ഞാൻ നോക്കിയില്ല. പമ്പിൽ നിന്ന് കുറേ നേരം നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ ലോട്ടറി ഒന്ന് എണ്ണാനത്ത് നോക്കിയപ്പോഴേ കാണുന്നത് 85 ലോട്ടറി ഉണ്ട് പറ്റിച്ചുണ്ട്. 6-ാം തീയതി നറുക്കെടുപ്പ് നടത്തുന്ന ടിക്കറ്റുകളാണ്
നഷ്ടമായത്. 10 ബുക്കലെറ്റുകളിൽ നിന്നാണ് ടിക്കറ്റുകൾ എടുക്കുകയും പഴയത് വെക്കുകയും ചെയ്തത്. സംഭവത്തിൽ ആൻഡ്രൂസ് ചവറ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ചിറ്റുമല കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു സംഭവം. അപകടാവസ്ഥയിലുള്ള ഉണങ്ങിയ മാവും ആൽമരത്തിന്റെ ശിഖരവും ഒടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അപകടാവസ്ഥയിലുള്ള ഉണങ്ങിയ മാവും ആൽമരത്തിന്റെ ശിഖരവും ഒടിഞ്ഞു വീണാണ് ഗതാഗത തടസ്സമുണ്ടായത്. ചുറ്റുമല കുണ്ടറ പള്ളിമുക്ക് റോഡിൽ ഓണമ്പലം ഭാഗത്തായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തടി മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ മാസം മരച്ചില്ലകൾ ഒടിഞ്ഞു വീണ് കശുവണ്ടി തൊഴിലാളിയായ സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന് PWD അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. 250-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ മുന്നിൽ ഗേറ്റിനോട് ചേർന്നാണ് മരം നിൽക്കുന്നത്. തലനാഴിഴയ്ക്കാണ് വലിയൊരു അപകടത്തിൽ നിന്നും തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. അപകടമുണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. അടിയന്തരമായി മരം മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് കിഴക്കേക്കല്ലട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു ലോറൻസ് അധികൃതരോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൂപ്പ് മാനേജറെയും ഫോറസ്റ്റ് ജീവനക്കാരനെയും യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചു. ആര്യങ്കാവിലായിരുന്നു സംഭവം. BMS AITUC നേതാക്കളാണ് മർദ്ദിച്ചത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി. പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റാ അവനെ വന്നിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടാവുന്നത്. തൊഴിൽ തർക്കത്തിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥനും കൂപ്പു മാനേജർക്കും യൂണിയൻ നേതാക്കളുടെ ക്രൂരമർദ്ദനം. ആര്യങ്കാവ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷിനും മാനേജർ ബിജുവിനുമാണ് മർദ്ദനമേറ്റത്. ആര്യങ്കാവ് കരയാളർമെത്ത് 1964 തേക്ക് തോട്ടത്തിലായിരുന്നു സംഘർഷം. കരാർ അവസാനിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് BMS AITUC പ്രാദേശിക നേതാക്കൾ സ്ഥലത്തെത്തിയപ്പോൾ തർക്കമുണ്ടായത്. ഇതിനിടെ കൂപ്പ് മാനേജർ ബിജുവിനെ അതിക്രൂരമായി നേതാക്കൾ ചേർന്ന് മർദ്ദിച്ചു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാജേഷ് പിടിച്ചുമാറ്റാൻ എത്തിയതോടെ രാജേഷിനും മർദ്ദനമേറ്റു. വനിതാ ബീറ്റ് ഓഫീസർമാർക്ക് നേരെ അസഭ്യവർഷവും ഉണ്ടായി. സംഭവത്തിൽ തെന്മല പോലീസിൽ RFO സനോജ് പരാതി നൽകി. മർദ്ദനമേറ്റവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് സ്വദേശികളാണ് പിടിയിലായത്. കൊല്ലത്ത് നിന്നുമുള്ള എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ പിടികൂടിയത്. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിലാണ് 61.5 ഗ്രാം MDMAയുമായി 5 യുവാക്കളെ പിടികൂടിയത്. ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക് സ്വദേശികളായ വിജിൻ, മുഹമ്മദ് ഷാൻ, ആദർശ്, ഹേമന്ത്, ഹരികൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ബംഗളൂരിൽ നിന്നും ട്രെയിൻ മാർഗമാണ് ഇവർ കായംകുളത്തെത്തിയത്. തുടർന്ന് കാറിൽ കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്നു. എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് വവ്വാക്കാവിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് 5 അംഗ സംഘം പിടിയിലായത്. ഇടപ്പള്ളിക്കോട്ട വെറ്റമുക്ക്, ഒരാള് തെക്കൻ ഭാഗം, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതായിട്ടാണ് വിവരം. അല്ല, അവര് ട്രെയിനിലാണ് വന്നത്. ഇവിടെ നിന്ന് വണ്ടി പോയി പിക്ക് ചെയ്യുകയാണ് ചെയ്തത്. 5 പേർ ബാംഗ്ലൂരിൽ നിന്ന് കടത്തിക്കൊണ്ട് വരുന്നതായി രഹസ്യം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വവ്വാക്കാവിൽ വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ ആൾട്ടോ കാറും 5 പേരെയും പിടികൂടി. ഇവിടെ നിന്ന് 62 ഗ്രാം MDMA പിടികൂടിയിട്ടുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട്. വലിയ അളവിലുള്ള MDMA ആണ്. ഈ 5 പ്രതികളുണ്ട്. 5 പ്രതികളെ ഇന്ന് കരുനാഗപ്പള്ളി കോടതിയിൽ ഹാജരാണ്. ലഹരിക്കെതിരായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് യുവാക്കളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചവറ നിയോജക മണ്ഡലത്തിൽ നിന്നും SSLC, +2, CBSE, ICSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. സർവകലാശാല റാങ്ക് ജേതാക്കളെയും അനുമോദിച്ചു. ബേബി ജോൺ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ചവറ നിയോജക മണ്ഡലത്തിൽ നിന്നും SSLC, +2, CBSE, ICSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. സർവകലാശാല വിജയികളെയും വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള റാങ്ക് ജേതാക്കളെ ഉൾപ്പെടെ 500-ലധികം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ബേബി ജോൺ ഷഷ്ടിപൂർത്തി സ്മാരക മന്ദിരത്തിൽ നടന്ന അനുമോദന ചടങ്ങ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. വിജയങ്ങളെ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, വിജയങ്ങൾ പരിശുദ്ധമായി പോകുക എന്നുള്ളത് മാത്രമല്ല, പരാജയങ്ങളെ എങ്ങനെ നമ്മൾ നേരിടും എന്നുള്ളതാണ് നിങ്ങളെ
ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. RSP ചവറ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, കോലത്ത് വേണുഗോപാൽ, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരിൽ, സോഫിയ സലാം, മുന്താസ്, P ശ്രീകല, താജു പോരൂക്കര, D സുനിൽകുമാർ, ജയകുമാർ, ചക്കനാൽ സനൽകുമാർ, അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് കാട്ടൂർ കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ, R അരുൺരാജ്, കൊച്ചറ്റയിൽ റഷീന, K ബാബു, സുകന്യ, അംബികാദേവി, സോഫിത നദീർ തുടങ്ങിയവർ പങ്കെടുത്തു. റിട്ടയർഡ് DYSP ജേക്കബ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതാംബ വിവാദം. മന്ത്രി P പ്രസാദിനെതിരെ പ്രതിഷേധവുമായി BJP പ്രവർത്തകർ. മന്ത്രിയുടെ നൂറിനാട്ടെ വീടിനു മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച് വിളക്ക് തെളിക്കാൻ ശ്രമം. തടഞ്ഞ CPI പ്രവർത്തകർ. MDMAയുമായി 5 യുവാക്കൾ പിടിയിൽ. ഓച്ചിറ വവ്വാക്കാവിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് ഇവരെ പിടികൂടിയത്. കരുനാഗപ്പള്ളി, ഇടപ്പള്ളിക്കോട്ട, വെറ്റമുക്ക് സ്വദേശികളാണ് പിടിയിലായത്. കൂപ്പ് മാനേജറെയും ഫോറസ്റ്റ് ജീവനക്കാരനെയും യൂണിയൻ നേതാക്കൾ മർദ്ദിച്ചു. ആര്യങ്കാവിലായിരുന്നു സംഭവം. BMS, AITC നേതാക്കൾ മർദ്ദിച്ചെന്നാണ് പരാതി. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ജില്ലയിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും നമസ്കാര ചടങ്ങുകൾ. ഹജ്ജിന്റെ സമാപനം കുറിച്ചാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.